Hi everyone, welcome to Learn to Study. Calicut University 4-year degree സെക്കൻഡ് സെമസ്റ്റർ ബികോമിൻ്റെ മൈനർ കോഴ്സായിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ സിലബസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കോഴ്സ് ടൈറ്റിൽ, അതായത് നമ്മളുടെ സബ്ജക്റ്റിൻ്റെ പേര് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. മൈനർ കോഴ്സാണ്, സെക്കൻഡ് സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇത്. ദെൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നെക്സ്റ്റ് പറയാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ യൂണിറ്റ് 1-ൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്, റോള്, ദെൻ യൂസസ് ഫോർ ഡിഫറെൻറ്റ് യൂസേഴ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് യൂസേഴ്സിന് എങ്ങനെയാണ് നമുക്കത് ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇത്രയാണ് വരുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് യൂണിറ്റ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത്, ദാറ്റ് ഈസ് സെക്കൻഡ് മൊഡ്യൂൾ, അതിൻ്റെ ഹെഡിങ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തേർഡ് യൂണിറ്റ് ആയിട്ട് വരുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഫോർത്ത് യൂണിറ്റിൽ വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ, development of EAS in India, formulation of EASB, objectives and functions of EASB, procedure of issuing EAS, issuing accounting standards, role of NFRA, then compliance with EAS, accounting standards. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മോഡ്യൂളിൽ. ദെൻ തേർഡ് മോഡ്യൂളിൽ വന്നിട്ട് ദാറ്റ് ഈസ് IFRSനെ ബേസ് ചെയ്തിട്ടാണ് തേർഡ് മോഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ തേർഡ് മോഡ്യൂളിൻ്റെ ഹെഡിങ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ദാറ്റ് ഈസ് IFRS. അപ്പോൾ ഫിഫ്ത്ത് യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണ് IFRS, അതിൻ്റെ റോള്, ദാറ്റ് ഈസ് റോൾ ഓഫ് IASB, ഫീച്ചേഴ്സ് ഓഫ് IFRS, നീഡ് ഫോർ IFRS, അസംഷൻസ് ഇൻ IFRS, സ്കോപ്പ് ഓഫ് IFRS, ഒബ്ജക്റ്റീവ്സ് ഓഫ് IFRS, ഡിഫറൻസ് ഓർ കമ്പാരിസൺ ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS. ഓക്കെ, ദെൻ സിക്സ് യൂണിറ്റിൽ IFRS അഡോപ്ഷൻ ആൻഡ് കൺവേർജൻസ് ഇൻ ഇന്ത്യ, difficulties and challenges in adopting IFRS, benefits of convergence, disadvantages of convergence. Then next 7th യൂണിറ്റിൽ വരുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ്, ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെന്റ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെന്റ്, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഇത്രയാണ് തേർഡ് മോഡ്യൂളിൽ വരുന്നത്. ദെൻ ഫോർത്ത് മോഡ്യൂളിൽ ഹെഡിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റിംഗ് ടു റവന്യൂ ആൻഡ് ഡിപ്രിസിയേഷൻ. ദെൻ അതിൽ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 115, IFRS 15 ആണ്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ സ്കോപ്പ്, 5 സ്റ്റെപ്പ് മോഡൽ ഓൺ റവന്യൂ റെക്കഗ്നിഷൻ വിത്ത് സിമ്പിൾ പ്രോബ്ലംസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 9th യൂണിറ്റിൽ വരുന്നത് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിംഗ് ആണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിപ്രിസിയേഷൻ, ഡിപ്രിസിയബിൾ അസറ്റ്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. 10th ചാപ്റ്ററിൽ വരുന്ന മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ, ഏതൊക്കെ മെത്തേഡ്സ് ആണ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ അതിലും സിമ്പിൾ പ്രോബ്ലംസ് ഓൺലി പറഞ്ഞിട്ടുണ്ട്. ദെൻ 5th മോഡ്യൂൾ വരുന്നത് ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ആണ്. അതിൽ പ്രാക്ടിക്കൽ എക്സസൈസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഒന്ന് നമ്മളൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ചെയ്യുക, 2 കേസ് സ്റ്റഡി ആണ്, 3 വർക്ക്ഷോപ്പ് ഓൺ പ്രോബ്ലം സോൾവിംഗ് ആണ്, 4 ഓർഗനൈസ് ഡിബേറ്റ്സ് ഓർ ഡിസ്കഷൻ ഓൺ കോൺട്രവേഴ്സ്യൽ അക്കൗണ്ടിംഗ് ടോപ്പിക്സ് ഓർ എമേർജിംഗ് ഇഷ്യൂസ് റിലേറ്റഡ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ദെൻ അതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് 5th മോഡ്യൂൾ, അതായത് ഓപ്പൺ എൻഡഡ് മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂള് തുടങ്ങാം. അതായത് ഒന്നാമത്തെ മോഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് യൂണിറ്റ് 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ മീനിങ്, റോള്, യൂസസ് ഓഫ് ഡിഫറെൻറ്റ് യൂസേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ദെൻ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മോഡ്യൂള്, ദാറ്റ് ഈസ് മോഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം.
ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് എന്നൊക്കെ ഉള്ളത് അല്ലേ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ അനലൈസിസ് നടത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ മാനേജ്മെൻറ്റിന്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഏരിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോർമൽ റെക്കോർഡ്സ് ഓഫ് ആൻഡ് എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ. അപ്പോൾ അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസും മറ്റ് കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന, ഫോർമലായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്. അപ്പോൾ ഈ പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അവിടെ ഫോർമലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഈ ഫോർമലായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള കുറച്ച് രീതികളുണ്ട്. അപ്പോൾ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻസ്, അതിൻ്റെ കോൺസെപ്റ്റുകൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീനെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അക്കൗണ്ട് റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ ഫോർമലായിട്ട് റെക്കോർഡ് ചെയ്യണേ, ആ ഒരു ഫോർമൽ റെക്കോർഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദി formal records of an organization based on the financial activities. Okay, they provides insights into the company's profitability, financial stability and liquidity. അപ്പോൾ ഒരു കമ്പനീൻ്റെ പ്രൊഫിറ്റബിലിറ്റീനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലിക്വിഡിറ്റീനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ നൽകാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനീൻ്റെ പ്രൊഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് ഫോർമൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇപ്പോൾ ഇയർ ബൈ ഇയർ അത് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ അത് ലോസ് ആണോ, അതിന് എത്രത്തോളം ആസ്തി ഉണ്ട്, എത്രത്തോളം ലയബിലിറ്റി ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഫോർമൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കമ്പനീൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ മനസ്സിലാക്കാൻ ഫോർമൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോർമൽ റെക്കോർഡ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ. വേറൊരു മീനിങ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോർമൽ റെക്കോർഡ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊസിഷൻസ് ഓഫ് എ ബിസിനസ്, പേഴ്സൺ ഓർ അതർ എൻറ്റിറ്റി. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള എൻറ്റിറ്റികളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ മറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ഓർഗനൈസേഷൻ്റെ ഒക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് ആവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസ് ആവാം. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ ഫോർമലായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദി ഫോർമൽ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ, then next, these statements provides an overview of organization's financial condition in both short term and long term. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നൽകുന്നത്. ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ കണ്ടീഷനെയും അതേപോലെ തന്നെ ലോങ് ടേം ഫിനാൻഷ്യൽ കണ്ടീഷനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോൾ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റോൾ ഇൻ ബിസിനസ് ആണ്. ബിസിനസ്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റോൾ എന്താണ്? ഒന്ന് ഡിസിഷൻ മേക്കിംഗ് എയ്ഡ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് എയ്ഡ് ആണ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഓർഗനൈസേഷനിലുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ്
ആൻഡ് മാനേജ്മെൻറ്റ് മേക്ക് ഇൻഫോംഡ് ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റേഴ്സിനെയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനെയൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ്സിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഔട്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റേഴ്സ് ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് പെർഫോമൻസ് ഇവാലുവേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അസിസ്റ്റ് ഇൻ അസസിങ് ദി എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രൊഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത, എഫിഷ്യൻസി ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അസിസ്റ്റ് ഇൻ ഇവാലുവേറ്റിംഗ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഹെൽത്ത് ഓഫ് ദി ബിസിനസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അതേപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ ഹെൽത്ത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ത്രൂ ഫിനാൻഷ്യൽ അനലൈസിസിലൂടെ. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് റോളാണ് കംപ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലൈൻസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള റെഗുലേഷനും ഒക്കെ അത് ആ ഓർഗനൈസേഷൻ ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളത്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീഗൽ ഒരു റെഗുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫോർമൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നത്, ഏത് പ്രിൻസിപ്പിളാണ്, ഏത് കോൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. കമ്മ്യൂണിക്കേഷൻ ടൂളിൽ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാനേജ്മെൻറ്റിനും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ഇവർക്കൊക്കെ ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ കമ്പനീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ലിക്വിഡിറ്റി, ഇതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്ട് ആസ് എ മീഡിയം ടു ഷെയർ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ വിത്ത് സ്റ്റേക്ക് ആയിട്ട് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. They communicate the financial performance and position of a business to its stakeholders. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും ആ ബിസിനസ്സിൻ്റെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ മനസ്സിലാക്കാനും അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി റോൾ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് എയ്ഡാണ്, ദെൻ രണ്ടാമത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്, 3 കംപ്ലൈൻറ്റ്സ് ആണ്, 4 കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.